കോൺഗ്രസിലെ ഉൾപാർട്ടി അടിപിടി തന്നെയാണ് ഇന്നും പ്രധാനപ്പെട്ട വാർത്ത. കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അരങ്ങ് കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലൂടെ കടന്നുവരികയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ തനിക്കും മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഇക്കുറി UDF ഭൂരിപക്ഷം ലഭിക്കും, അത് തൻ്റെ കൂടി പ്രവർത്തന ഫലമാണ്, അതുകൊണ്ട് തനിക്ക് മുഖ്യമന്ത്രിയാകണം. ഇതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഐഡിയോളജിയും അദ്ദേഹത്തിൻ്റെ നിലപാട് തറയും. ഈ തമ്മിലടിയൊക്കെ കണ്ടിട്ട് കെ മുരളീധരൻ പറയുകയാണ് തൃശ്ശൂർ പൂരത്തിന് നടക്കാതെ പോയ വെടിക്കെട്ട് കോൺഗ്രസിന് ഉള്ളിൽ നടക്കുന്നുവെന്നാണ്. ഇതിൽ പരം വലിയ പരിഹാസം മറ്റ് പാർട്ടികൾ പോലും, അതായത് ഇടതുമുന്നണിയിൽ നിന്ന് പോലും ഒരാളും കോൺഗ്രസിന് നേരെ ഉന്നയിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥം. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അവരവരുടെ പേഴ്സണൽ ബിൽഡപ്പിന് വേണ്ടി സോഷ്യൽ മീഡിയയെ വൻതോതിൽ ഉപയോഗിക്കുന്നു എന്ന കാര്യം പരമാർത്ഥമാണ്. നമ്മളെല്ലാവരും കാണുന്നതുമാണ്. എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ആയിക്കൂടാ? ഇന്നലെ ഒരു പാട്ട് കേട്ടു രമേശന്. നിങ്ങൾക്കറിയാമോ രമേശ് ചെന്നിത്തലയെ, നമ്മുടെ രമേശ് ചെന്നിത്തല അണ്ണനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്. ഇതുപോലെ പരമ ബോറായിട്ടുള്ള ഒരു സംഗീതവും ഇതുപോലെ പരമ ബോറായിട്ടുള്ള ആലാപനവും ഒന്നും നമുക്ക് മറ്റെവിടെയും കേൾക്കാൻ കഴിയില്ല. എങ്കിലും ഇതിനകത്തൊക്കെ ഉൾപ്പുളകിതനായി ചെന്നിത്തല വീരപരിവേഷത്തിൽ ഇരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് ചെന്നിത്തലയെക്കുറിച്ചോർത്തും ലജ്ജ തോന്നുന്നത്. ചെന്നിത്തല എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാകാനൊക്കെ യോഗ്യനാണ്. വി ഡി സതീശനും യോഗ്യനാണ്. കെ സി വേണുഗോപാലും ആ പദവിക്ക് അർഹനും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പദവി ലഭിക്കുകയാണ്, അതിന് യോഗ്യനൊക്കെ തന്നെയാണ്. പക്ഷേ ഈ തമ്മിലടി ജനങ്ങളെ ആകെ മുഷിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം കനകോലു ആശാൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞു. ഈ തമ്മിലടി ആകെ നാണക്കേടാണ്. ഹൈക്കമാൻഡ് ഇതിനകത്ത് ഒരു ഉചിതമായ തീരുമാനമെടുക്കണം. ഇത് കേട്ടപാടെ ദീപാദാസ് മുൻഷി വടിയെടുത്ത് വന്നിട്ട് പറഞ്ഞു, സതീശ മിണ്ടരുത്, രമേശ മിണ്ടരുത്, കെ സി മിണ്ടുന്നെങ്കിൽ മിണ്ടിക്കോട്ടെ. ഇത് ദീപാദാസ് മുൻഷി പറഞ്ഞിട്ട് അവർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ പ്രചരണം കോൺഗ്രസിൻ്റെ അവസാനത്തെ കുളന്തോണ്ടലാണ് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് അമ്പേ നാണക്കേട് എന്ന് മാത്രമല്ല, ഇനി ഒരാഴ്ചയില്ല, 6 ദിവസം കഴിയുമ്പോൾ നമുക്ക് അറിയാം ആരാണ് ഭൂരിപക്ഷം ഉണ്ടാകുക, ആർക്കാണ്, ഇടതുമുന്നണിക്കാണോ വലതുമുന്നണിക്കാണോ ഭൂരിപക്ഷം ഉണ്ടാവുക, അതോ ഇനി നേമത്തെ 56 ഇഞ്ചിനും സംഘവും കേരളം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുമോ, ഭരണം തൃശങ്കുവിലാകുമോ, തുലാസിലാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ ഇനി 6 ദിനരാത്രങ്ങൾ. അതിനിടയിലാണ് ഈ പരമ ബോറൻ തമ്മിലടി കോൺഗ്രസിനുള്ളിൽ തുടരുന്നത്. കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയൊക്കെ കണ്ട് രസിക്കുന്ന ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ അവർ അക്ഷരാർത്ഥത്തിൽ പറയുന്നത്, ഈ ജയശങ്കരൻ വക്കീൽ ഇടയ്ക്ക് ഒരു TV ചർച്ചയിൽ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടിയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? CH അതുപോലെ തന്നെ C അച്യുതമേനോനുമൊക്കെ കോൺഗ്രസ് അല്ലാതിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പരിണിതപ്രജ്ഞനായ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കിക്കൂടാ എന്നാണ് ജയശങ്കരൻ വക്കീൽ പറയുന്നത്. ഈ ശങ്കരൻ വക്കീലിൻ്റെ വാക്കുകൾ കേട്ട ഉടനെ സമസ്തയുടെ ഒരു സംഘടന SMF, സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നൊക്കെ പറയുന്നത് ആ സമുദായത്തിലുള്ള ആളുകൾ തന്നെ കേട്ടിട്ടുണ്ടോ എന്ന് വളരെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ പറയുന്നു ഉടനെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണം, കുഞ്ഞാലിക്കുട്ടി അതിന് യോഗ്യനാണ്. സമസ്തയിലെ SMC എന്ന് പറയുമ്പോൾ സമസ്തയിലെ ഭൂരിഭാഗം ആളുകളും CPM ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ ലീഗ് തന്നെ സമസ്തയെ തള്ളിപ്പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം SMF പറയുകയാണ് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണം. കണ്ടില്ലേ കോൺഗ്രസിലെ തമ്മിലടി? കണ്ടില്ലേ കോൺഗ്രസിന് UDF ഇത്രമാത്രം തിളക്കമാർന്ന വിജയം ലഭിച്ചത് എവിടെ നിന്നാണ്? മലപ്പുറത്ത് നിന്ന്. അങ്ങനെ മലപ്പുറത്ത് നിന്ന് വിജയം ലഭിക്കുകയാണെങ്കിൽ അർഹനാരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം എന്ന തരത്തിലാണ് ലീഗും സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൂടി ചേർന്ന് ഇങ്ങനെ വാദഗതി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ചുരുക്കി പറഞ്ഞാൽ UDFലെ തമ്മിലടിയും പടലപ്പിണക്കവും മറ നീക്കി പുറത്ത് പലതവണ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഏറ്റവും മോശമായിട്ടുള്ള വെർഷനാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എടുത്തു വച്ച് അലക്കുന്നത്. പാതിരാ ചർച്ചകളിലും രാത്രി ചർച്ചകളിലും സന്ധ്യാ ചർച്ചകളിലുമൊക്കെ ഈ ആളുകളെ എടുത്തു കീറി വലിച്ചു കീറി ഒട്ടിച്ചിട്ടും
യുവമാരുടെ ആസനത്തിലൊക്കെ ആലുമുളച്ചാലും അതും തണലാണെന്ന് പറഞ്ഞ് നടക്കുന്ന വിഡ്ഢിവേഷം കെട്ടിയ ഖദർദാരികളായി കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കൾ അധപ്പതിച്ച കാഴ്ച കണ്ടിട്ടാകണം കെ മുരളീധരൻ വിളിച്ചു പറഞ്ഞത് തൃശ്ശൂർ പൂരത്തിന് നടക്കാതെ പോയ വെടിക്കെട്ടാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്.